കണ്ണുകൊണ്ട് റബ്ബിനെ കാണാൻ പറ്റില്ല. എന്തേന്നറിയോ? ഈ ലോകത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന സയൻസ് പഠിക്കുന്ന മക്കൾ. എത്രയാണ് ഈ ഭൂമിയുടെ വലിപ്പം? ഭൂമിയെപ്പോലെ കോടാനുകോടി ഗോളങ്ങളും നക്ഷത്രങ്ങളുമുള്ള മഹാപ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ എൻ്റെ കൺമുമ്പിൽ കാണത്തക്ക വിധം ചെറുതായി വരണമെന്ന് ചോദിക്കുന്നത് പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന അപമര്യാദയുള്ള ചോദ്യമാണ്. അതുകൊണ്ടല്ലേ മൂസ നബിയോട് ലൻ തറാനി, കാണാൻ പറ്റില്ല മൂസ നബിയെ, നിങ്ങളുടെ മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല. ആ റബ്ബ് മുറാഖിബ്, നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു നിന്നെ തക്കം പാർത്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിനക്ക് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അന്നക മൗഖൂഫുൻ ബൈന യദൈഹി, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. നീ അള്ളാന്റെ അടിമയാണ്, അവനിലേക്ക് തിരിച്ചു പോവേണ്ടി വരുന്ന തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ടി വരും. തിരിച്ചു പോകുമ്പോൾ എത്തണ്ടേ? അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുന്ന പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പ് പോയി നിൽക്കേണ്ടി വരും. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു പഠിപ്പിക്കുന്നു, വഇദാ അലിംത അന്നക മസ്ഊലുൻ ഫഅഇദ്ദ ലിസ്സുആലി ജവാബാ, അവിടെ ചോദ്യമുണ്ട് എന്ന് ഉറപ്പിച്ചോ, അവിടെ ചോദ്യമുണ്ട് നിനക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ, ആ ചോദ്യത്തിന് മറുപടി കണ്ടുവെച്ചിട്ട് പോയാൽ മതി നാളെ മരിക്കാൻ. നാളെ ചോദ്യമുണ്ടെന്ന് ഉറപ്പാണ്, മറുപടി കണ്ടുവെച്ചോളൂ. ഇതങ്ങ് കേട്ടപ്പോൾ 60 വയസ്സുള്ള മനുഷ്യനങ്ങ് ചോദിച്ചു പോയി, ഫമൽ ഹീലതു യാ ഫുദൈൽ, ഫുദൈൽ എന്നവരെ ഇനി രക്ഷപ്പെടാൻ എളുപ്പമാർഗങ്ങളുണ്ടോ? രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? വയസ്സ് 60 പോയില്ലേ, ഇനി എന്ത് ചെയ്യും? ഇപ്പോഴാണ് ഇപ്പോൾ ഓർക്കുന്നത് മരിച്ചു പോവാനുണ്ടെന്നും. ഹറാമിൻ്റെ ബിസിനസ്സായി പൈസ ഉണ്ടാക്കി കൂട്ടിയത്, പലിശക്ക് കൊടുത്തിട്ടും എടുത്തിട്ടും, ഹറാമിൻ്റെ ലോൺ എടുത്തിട്ടും, പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും കൊടുത്തിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച വീടും അങ്ങനെ ഉണ്ടാക്കി വെച്ച വാഹനവും ആ ഹറാമിൽ നിന്ന് തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടുവന്ന മക്കളും 60 വയസ്സായപ്പോഴാ തിരിയുന്നത്. പടച്ചോനെ, ഞാൻ ഇതിനൊക്കെ നിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ. ഫഅലം അന്നക മസ്ഊലുൻ ഫഅഇദ്ദ ലിസ്സുആലി ജവാബാ, ചോദ്യത്തിന് മറുപടി കണ്ടുവെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഫമൽ ഹീലതു യാ ഫുദൈൽ, ഇനി രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? മാർഗമുണ്ട്. തുബ് ഇലല്ലാഹി ഫീമാ മളാ യഗ്ഫിർ ലകല്ലാഹു മാ മളാ വയുസ്ലിഹ് ലക മാ ബഖി, കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ ഓർത്തെടുത്ത് അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു മടങ്ങിക്കോ, കരഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഒരുങ്ങിക്കോ, റെഡിയായിക്കോ. എങ്കിൽ കഴിഞ്ഞുപോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും നിന്റെ ജീവിതത്തിൽ വരാനുള്ള ദിവസങ്ങൾ അള്ളാഹു നന്നാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മാർഗം വഴിതെറ്റിപ്പോയ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിലേക്ക് അള്ളാഹുവിനെ ഇനിയും തിരിയാതെ എങ്ങനെയോ അങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് നിസ്കാരമൊക്കെ ഉണ്ട് എന്നല്ലാതെ അള്ളാഹുവിനെ പറ്റി ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവന്നിട്ടില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബോധമില്ലാതെ ജീവിച്ചു തീർത്ത ഓരോരോ സെക്കൻഡുകളെ പറ്റിയും നാളെ സങ്കടപ്പെടുന്നതിൻ്റെ മുമ്പ് നാളത്തെ ചോദ്യത്തിന് മറുപടി ഒരുക്കാനുള്ള ഇരുത്തമാണിത്. അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരവും ഞാനിപ്പോൾ തരക്കേടില്ലല്ല എന്ന് തോന്നവും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇജാബും ബിൻ നഫ്സും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസൂയയും, കലിമ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അസ്ഹാബുൽ ഖിബ്ലയോട് തോന്നുന്ന വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ അല്ലാഹു വീടിങ്ങ് എടുത്തുകള, കൽബിനെ ശുദ്ധിയാക്ക്. ആർക്ക് വേണം അസൂയുള്ള ഹൃദയം? ആർക്ക് വേണം അഹങ്കാരമുള്ള ഹൃദയം? ആർക്ക് വേണം പിണങ്ങി നിൽക്കുന്ന മുഖം? ആർക്ക് വേണം ചിരിക്കാത്ത, ആർക്ക് വേണം പുഞ്ചിരിയില്ലാത്ത മുഖം? അല്ലാഹു വേണ്ട, ഒഴിവാക്ക്. അല്ലാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ ശരീരം അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ റൂഹിനെ അല്ലാഹു പരിപോഷിപ്പിച്ച് ശോഭയുള്ളതാക്കി തരട്ടെ. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കൊണ്ടു ചെല്ലുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്തട്ടെ. ലോകം ഫസാദായിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونهم ثم الذين يلونهم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടമാണ് ലോകത്തെ ഏറ്റവും നല്ല കാലഘട്ടം. പിന്നെ അതിനോട് ചേർന്ന് വന്ന സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ, അത് കഴിഞ്ഞാൽ താബിഈങ്ങളുടെ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ വന്നുപോയ കാലഘട്ടം. ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അതിൻ്റെ ഇന്നലെയേക്കാളും മോശമാണ്. നമ്മുടെ ഇന്ന് നമ്മുടെ നാളെയേക്കാൾ നല്ലതാണ്, നമ്മുടെ നാളെ ഇന്നത്തേക്കാൾ മോശമാണ്. ഖിയാമത്ത് നാൾ വരെ അങ്ങനെയാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.
തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദാ യുസ്ബിഹു മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ വയുസ്ബിഹു വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ വയുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, ഹൃദയങ്ങളിലേക്ക് അല്ലാഹു തആല ഫിത്നയെ അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കും. തുഅറദുൽ ഫിതനു, ഫിത്നകൾ മനുഷ്യന്റെ മുമ്പിലേക്ക് ഓപ്പണായി വരും. തുഅറദുൽ ഫിതനു, ഫിത്ന പോയിട്ട് എവിടെ ഫിത്ന എന്ന് തെരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ ടിക്ക് വാട്സപ്പ് മെസ്സേജ്, എന്താണ് യാ അല്ലാഹ് ക്ലിപ്പ്, മനുഷ്യന്മാരെ ഈബത്തിനെ മീബത്തും അപ്പോൾ വന്നു അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈബത്തിൻ്റെ, ഒരു വ്യഭിചാരത്തിൻ്റെ, ഒരു തോന്നിവാസത്തിൻ്റെ, ഒരു മ്യൂസിക്കിൻ്റെ, കാണാനും കേൾക്കാനും പാടില്ലാത്ത അപ്പൾക്കപ്പോൾ നമ്മുടെ മുമ്പിൽ തുഅറദുൽ ഫിതൻ, ഫിത്നകൾ. യു ആർ എക്സ്പോസ്ഡ് ടു ഫിത്ന. അതിനർത്ഥതാണ് ഫിത്ന നമുക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്, നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ്. ഈ ഹദീസിന്റെ അർത്ഥങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിൻ. ഫിത്ന എവിടെയാണെന്ന് ഓടിച്ചാടിച്ചെന്ന് നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മുമ്പിലേക്ക് വരും. തുഅറദുൽ ഫിതൻ അലൽ ഖുലൂബി ഊദൻ ഊദാ ഊദൻ ഊദാ. ഓരോരോ പായയുടെ ഓരോരോ ഇല്ലികളായിട്ട് ഓരോന്നായിട്ട് മനുഷ്യനിലേക്ക് ഫിത്നകൾ വരും. ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഖുർആൻ പണ്ഡിതനും വലിയ ദീർഘദൃഷ്ടിയുള്ള മഹത്തുക്കളിൽ പ്രധാനിയുമായ ഷാദുലി ത്വരീഖത്തിന്റെ അനുഭാവിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹംസ യൂസഫ് അവറുകൾ അമദ്ദല്ലാഹു ഫി ഐശിഹി ഫി ദുല്ലിഹി വ ഉംരിഹി, വലിയ മഹാനാണ്, കാലിഫോർണിയക്കാരനാണ്, പുതു മുസ്ലിമാണ്, 19-ാം വയസ്സിൽ മുസ്ലിമായ ആളാണ്, ലോകത്ത് കിതാബ് ഓതി പഠിച്ച ആലിമാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങളെ സംബന്ധിച്ച് വലിയ ഡോക്യുമെന്ററി ഉണ്ടാക്കിയ മഹാനാണ്. ഫിഖ്ഹിന്റെ മാലിക്കി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായങ്ങൾ ഫത്വ കൊടുക്കാൻ കഴിയുന്ന ആലിമ. വെറുതെ വന്ന ഒരു പുതു മുസ്ലിം അങ്ങനെയൊന്നുമല്ല ഷെയ്ഖ് ഹംസ യൂസഫ് അവറുകൾ. ചെറുപ്പക്കാർക്കൊന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ, ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുന്നവർ ഷെയ്ഖ് ഹംസ യൂസഫിനെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി. അദ്ദേഹത്തിന്റെ സൈറ്റൂന സൈറ്റ് ഉണ്ട്, യൂട്യൂബിലുണ്ട്. ഷെയ്ഖ് ഹംസ യൂസഫ്, ഒരുപാട് യൂസഫുകളുണ്ട്. ഹംസ യൂസഫ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, കേൾക്കണം. ഈ ഹദീസിന് അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തത് ഞാൻ കണ്ടു. ഊദൻ ഊദ, മനുഷ്യന് ഓരോരോ ഉഴുതുകളായി. ഉഴുത് എന്ന് പറഞ്ഞാൽ ശരിക്കും വടി എന്നർത്ഥം വരും. ഉഴുത് എയ്താൻ, പ്ലൂറൽ ജംഅദാൻ. ഉഴുത് എന്ന് പറഞ്ഞാൽ പായ ഉണ്ടാക്കാൻ ആവശ്യമായതിന്റെ സ്പൈക്കുകൾ, അതിന്റെ സ്ട്രോസ്. ആ സ്ട്രോകൾ വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫിത്നകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടും. ഒരുപാട് അർത്ഥം കൊടുക്കാം അതിന്, ഒരുപാട് അർത്ഥം കൊടുക്കാം. നമ്മുടെ ഖുദമാ, മഹാന്മാരായ മുൻകഴിഞ്ഞ ആലിമീങ്ങൾ അതിന് കൊടുത്ത അർത്ഥം ഫിത്നകളും ഫസാദുകളും യക്സുറുൽ ഹറജു വൽ മറജ്, കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും പകപോക്കലുകളും ലോകത്ത് വർദ്ധിക്കുന്ന കാലമെന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാ, ടിവി, സാറ്റലൈറ്റ് ടിവികൾ നമ്മുടെ മുമ്പിലേക്ക് ഫ്രെയിം ചെയ്യപ്പെട്ട സാധനത്തിനും ഊദൻ ഊദ എന്ന പ്രയോഗമുണ്ട്. ഫ്രെയിമായി, ഒരു സ്ക്വയറായി, റെക്ടാംഗിളായി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഊദൻ ഊദ. ഒരു ഹൊറിസോണ്ടൽ, ഒരു വെർട്ടിക്കൽ, ഇങ്ങനെ രണ്ട് ഊദുകളായി നിൽക്കുന്ന നമ്മുടെ ടിവി സെറ്റുകൾ. തുഅറദുൽ ഫിതൻ, നമ്മുടെ വീടുകളിലേക്ക് ഇതിനേക്കാളും ഫിത്നകൾ കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തേക്കാൾ വേറുണ്ടോ മുസ്ലിമേ? നമ്മൾ ആലോചിച്ച് നോക്കി. ടി വി ഹറാമാണെന്ന് ഉസ്താദ്മാർക്കും പുറത്തോടുത്ത് പറഞ്ഞ ഈ ഉസ്താദ്മാർക്കൊന്നും ലോകം തിരിയില്ലാന്ന്. ഇപ്പം ആർക്കപ്പം തിരിഞ്ഞത്? കുട്ടികളൊന്ന് ഒടിച്ചോടാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി തുടങ്ങി അല്ലേ? ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ വാങ്ങണ്ട, അത്ര ഞാൻ പറയണത്. അത് ഹറാമാണെന്ന് ഫത്വ കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്കത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റൂലേ, നിങ്ങളത് ഒഴിവാക്കിക്കോ. വിറ്റ് കളഞ്ഞേക്ക്, ആഖിറ നഷ്ടപ്പെടുത്തണ്ട.